അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം നമ്മളെങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ജസ്റ്റ് വെള്ളം കുടിച്ചാൽ മാത്രം നമ്മൾ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂടില്ല. അതിലോട്ട് നമ്മൾ ഇൻസുലിൻ്റെ പ്രവർത്തനം നന്നാക്കുന്ന കുറച്ച് സാധനങ്ങളൂടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഒന്ന് സിന്നമൺ, പട്ട എന്നുള്ള ഒക്കെ പറയുന്നത്. പട്ട ചെറിയ അളവിൽ നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അത് ചെറിയൊരു പീസ് പട്ട ഒരു 1-2 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം നമുക്കത് ഒരു 2-2 ലിറ്റർ വൈകുന്നേരത്തിന് മുമ്പായിട്ട് നമുക്ക് കുടിച്ച് തീർക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും അതന്നെ കുടിക്കുന്നതിന് പകരം നമുക്ക് മാറ്റി ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ പട്ടയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് സാദാ ജീരകം അല്ലെങ്കിൽ കരിഞ്ജീരകം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെറിയൊരു നുള്ള് ഒരു 1-2 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതായത് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം വൈകുന്നേരത്തിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു 6 മണിക്ക് മുമ്പായിട്ടൊക്കെ നന്നായിട്ട് പല സമയത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ പല സമയത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുടിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വിശപ്പ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടത്തിനെ തടയാനൊക്കെ നമുക്ക് അതുവഴി സാധിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലോട്ട് ഞാൻ ഈ പറഞ്ഞ കരിഞ്ജീരകം, പിന്നെ പട്ട, സാദാ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ നന്നാക്കാനും അത് സഹായിക്കും.